നമസ്കാരം. ഞാൻ വിനീത് മംഗലത്ത്. 2026 ജനുവരി 17 ശനിയാഴ്ച ദിവസമാണ് മകരമാസത്തിലെ മുപ്പട്ട് ശനി വരുന്നത്. മുപ്പട്ട് ശനി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ശനീശ്വര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. പ്രത്യേകിച്ച് ശനി സംബന്ധമായിട്ടുള്ള ഏഴര ശനിദോഷം, അഷ്ടമശനി, കണ്ടകശനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം മാറി ശനീശ്വര സംബന്ധമായിട്ടുള്ള പ്രീതി നേടിയെടുക്കാൻ മുപ്പട്ട് ശനി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. അന്നത്തെ ദിവസം ചെയ്യേണ്ടത്, അതായത് ശനിയാഴ്ച ദിവസം, ഈ മകരമാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച, എല്ലാ മലയാള മാസത്തിലെയും ആദ്യം വരുന്ന ശനിയാഴ്ചയാണ് മുപ്പട്ട് ശനി എന്ന് ഉദ്ദേശിക്കുന്നത്. മുപ്പട്ട് ശനി വ്രതം അനുഷ്ഠിക്കുമ്പോൾ പൂർണ്ണമായിട്ടും മത്സ്യമാംസാദികൾ ഒഴിവാക്കി പറ്റുമെങ്കിൽ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുക, അതല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ യഥാശക്തി വഴിപാടുകൾ നടത്തിക്കൊണ്ട്, അതായത് ശാസ്താ ക്ഷേത്രമാണെങ്കിൽ നീരാഞ്ജനം വഴിപാട് നടത്തുക, ഹനുമാൻ സ്വാമി ക്ഷേത്രമാണെങ്കിൽ വെറ്റിലമാല, വടമാല വഴിപാടായിട്ട് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ കുങ്കുമ അഭിഷേക അർച്ചന വഴിപാടായിട്ട് നടത്താം. അങ്ങനെ യഥാശക്തി വഴിപാടുകൾ നടത്തിക്കൊണ്ട് അന്ന് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് ശനീശ്വര മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം ജപിക്കുക. 12 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക. അങ്ങനെ 12 തവണ മുപ്പട്ട് ശനി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ, അതായത് ഓരോ മലയാള മാസത്തിലും ഓരോ മുപ്പട്ട് ശനിയാണ് വരുന്നത്, അങ്ങനെ 12 തവണ മുപ്പട്ട് ശനി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ശനീശ്വര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. അതുപോലെ തന്നെ പിതൃ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഇതാണ് മുപ്പട്ട് ശനി വ്രതത്തിന്റെ ഒരു പ്രാധാന്യം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ജ്യോതിഷ കാര്യങ്ങൾക്ക്, കബഡി പ്രശ്നത്തിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.